ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹമാണ് കേതു എന്ന ഗ്രഹം. അതായത് കേതുവിന്റെ സ്ഥാനത്തിനനുസരിച്ച് ഓരോ രാശിക്കാരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങളും വളരെയധികം ഗുണകരമായ കാര്യങ്ങളും എല്ലാം തന്നെ സംഭവിക്കുന്ന സമയം വന്നെത്തുകയാണ്. അതായത് ഈ മാസം, അതായത് 2025 മാർച്ച് മാസം 16 കേതു അതിന്റെ സ്ഥാനമാറ്റം നടത്തുകയാണ്. ഇപ്പോൾ ഹോളിയൊക്കെ ആഘോഷിക്കുന്ന തിരക്കിലാണ് എല്ലാവരും തന്നെ. എന്നാൽ ഹോളി കഴിയുന്നതോടെ ജീവിതം കളർഫുൾ ആവാൻ പോകുന്ന കുറച്ച് രാശിക്കാരുണ്ട്. അപ്പോൾ ഈ രാശിക്കാർ ആരൊക്കെയാണെന്നുള്ളതും നിങ്ങളുടെ ജീവിത രീതികളിലും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിലേക്കും വരുവാൻ പോകുന്ന അത്ഭുതകരമായിട്ടുള്ള ചില മാറ്റങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും പ്രപഞ്ചസത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ജീവിതത്തിൽ എല്ലാ മനുഷ്യരും തന്നെ പലതരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ പ്രശ്നങ്ങളും ഒക്കെ തന്നെ നേരിടുന്നവരാണ്. എന്നാൽ സൗഭാഗ്യങ്ങൾ ഒരു മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടായിരിക്കും ജീവിതം അടിമുടി മാറുന്നത്. കേതുവിന്റെ ഉദയം ഏറ്റവും അധികം ശുഭകരമായ ഫലങ്ങൾ, അതായത് ഏറ്റവും നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാരായിട്ട് വരുന്നത് ചിങ്ങം രാശിക്കാരാണ്. അപ്പോൾ ചിങ്ങം രാശിക്കാരെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, മകം പൂരം ഉത്രം നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകളിൽ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്നത് സമ്മിശ്രമായിട്ടുള്ള പല കാര്യങ്ങളുമായിരിക്കും. അതായത് ചില സമയത്ത് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടാവാം, എന്നാൽ കൂടുതലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും അതുപോലെ തന്നെ പല ആഗ്രഹങ്ങളും മാറ്റിവെക്കപ്പെടുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടൊക്കെയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ കൊണ്ടും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെ തന്നെ ആയിരിക്കും. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ, പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ മക്കളുടെ വിവാഹമൊക്കെ നടത്തുവാനൊക്കെ പുതിയ പദ്ധതികൾ ഈ ഒരു സമയത്ത് ഇടുവാനുള്ള അത്ര ശുഭകരമായ യോഗമാണ് വന്നു ചേരുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഭവനത്തിൽ മംഗളകരമായിട്ടുള്ള പല കർമ്മങ്ങളും ഈ ഒരു കാലയളവിൽ, അതായത് മാർച്ച് മാസം 16 കേതുവിന്റെ ഉദയത്തോടെ സംഭവിക്കും. ഇത് വളരെയധികം നിങ്ങളുടെ മാനസികമായിട്ടുള്ള സന്തോഷത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും പരസ്പരം സന്തോഷത്തോടെ ചിലവഴിക്കുന്ന ചില സമയങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ കുറഞ്ഞ് സമാധാനത്തോടെ നിങ്ങൾക്ക് ഉറങ്ങുവാൻ കഴിയുന്ന തരത്തിലുള്ള സമയമായിരിക്കും ഈ കേതുവിന്റെ ഉദയം കൊണ്ട് സംഭവിക്കുന്നത്. കേതുവിന്റെ ഉദയം ചില ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിൽ നൽകുവാൻ പോകുന്ന അടുത്ത രാശിക്കാർ തുലാം രാശിക്കാരാണ്. അപ്പോൾ തുലാം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു നല്ല കാര്യം ജീവിതത്തിൽ കണ്ടാൽ മതിയെന്ന് വളരെയധികം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ് തുലാം രാശിക്കാരായിട്ടുള്ള ആളുകൾ. ഇനി തുലാ രാശിക്കാരിൽ വരുന്ന നക്ഷത്രക്കാരായി വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഉൾപ്പെടുന്ന തുലാം രാശിക്കാർ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ ദിനം പ്രതി അനുഭവിക്കേണ്ടി വരുന്നവർ കൂടിയാണ്. എന്നാൽ നിങ്ങളുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈശ്വരൻ കാണുന്നുണ്ട്. ഈശ്വരൻ കണ്ട് അനുഗ്രഹിക്കുക തന്നെയാണ് നിങ്ങളെ എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ നിങ്ങൾ നിരന്തരം പ്രയത്നിക്കുന്നവരാണെങ്കിലും അതിൽ നിന്നെല്ലാം ഉൾവലിയേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു നിങ്ങൾക്ക്. എന്നാൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും തടസ്സങ്ങളും നിങ്ങളിൽ നിന്ന് അകലുന്നതായാണ് ഇപ്പോൾ ജ്യോതിഷ ഫലങ്ങൾ പറയുന്നത്. അതായത് സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വിചാരിച്ചാണോ മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നത്, അതുപോലെ ദമ്പതിമാർക്കിടയിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതിരുന്ന തുലാം രാശിക്കാർക്കൊക്കെ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം അകന്ന് വളരെയധികം സന്തോഷവും സമാധാനവും എല്ലാം അനുഭവിക്കുവാൻ ഈ ഒരു കേതുവിന്റെ ഉദയം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അതായത് മാനസികമായിട്ടുള്ള ഉല്ലാസമാണ് നിങ്ങൾക്ക് വരുവാൻ പോകുന്നത് എന്നുള്ളതാണ്. ചെറിയൊരു സന്തോഷമൊന്നുമല്ല, മാനസികമായിട്ടുള്ള ഉല്ലാസം തന്നെയാണ് ജ്യോതിഷ ഫലങ്ങൾക്കനുസരിച്ച് തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ ഒരു സമയത്ത് വരുന്നത്. അപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിനെ എവിടെയാണോ നിങ്ങൾ വിനിയോഗിക്കുന്നത് അവിടെ നിങ്ങൾക്ക്
ഏറ്റവും ഉത്തമമായ, അതായത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഒരു കേതുവിന്റെ ഉദയം കൊണ്ട് നിങ്ങൾക്ക് വരുന്നത്. അടുത്തതായിട്ട് കേതുവിന്റെ ഉദയം 9ാം ഭാവത്തിൽ ലഭിക്കുന്ന രാശിക്കാർ മകരം രാശിക്കാരാണ്. അതായത് മകരം രാശിയുടെ 9ാം ഭാവത്തിൽ കേതുവിന്റെ ഉദയം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വെച്ചടി ഉയർച്ചകളായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ കൊണ്ടാണ് മനസ്സ് വിഷമിക്കുന്നത്. മകരം രാശിക്കാരെന്ന് പറയുമ്പോൾ ഉത്രാടം, തിരുവോണം, അവിട്ടം ഉൾപ്പെടുന്ന നക്ഷത്രക്കാരാണ്. ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നാണ് നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. ഇത്രയൊക്കെ അനുഭവിച്ചു, എത്ര കാലമായി ഇതൊക്കെ അനുഭവിക്കുവാൻ തുടങ്ങിയിട്ട് ഇനി ഇതിൽ നിന്നും ഒരു രക്ഷയില്ല എന്ന് നിങ്ങൾ തന്നെ മനസ്സിൽ പലപ്പോഴായി ചിന്തിച്ചിട്ടുണ്ട്. എന്തൊരു ജീവിതമാണ് ഇതൊക്കെ, ഇവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് മകരം രാശിക്കാരായിട്ടുള്ള പല ആളുകളുടെയും ചിന്ത. പ്രത്യേകിച്ച് അവിട്ടം നക്ഷത്രക്കാരൊക്കെ കടബാധ്യതയിൽ മുങ്ങി നിൽക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സമയത്ത് ഈ കേതുവിന്റെ ഉദയം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ പോകുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഫലങ്ങളിലായിരിക്കും. അതായത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന തരത്തിലേക്ക് അതിനെല്ലാം ഒരു ശമനം കാണുവാൻ നിങ്ങളാൽ കഴിയുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്ക് നേട്ടങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എത്ര അവസരങ്ങളാണോ വേണ്ടത് അതെല്ലാം നിങ്ങളുടെ കൺമുന്നിലേക്ക് തന്നെ ഈ ഒരു സമയത്ത് വന്നെത്തും. ജോലി കാര്യങ്ങളൊക്കെ തേടി നടക്കുന്ന ആളുകൾക്ക്, മകരം രാശിക്കാർക്ക്, നിങ്ങളുടെ ശ്രമം അതിന്റെ പുറകിലുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഏറ്റവും നല്ല വിജയങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തും. അപ്പോൾ എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ വിധത്തിൽ, ഇപ്പോൾ നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്താലും അതെല്ലാം വേണ്ട രീതിയിൽ ചെയ്തെടുക്കുവാൻ കഴിയുക എന്നുള്ളത് തന്നെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയായ വിധത്തിൽ ചെയ്തു തീർക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു കേതുവിന്റെ ഉദയത്തോടെ കഴിയും. അതായത് മാർച്ച് 16ാം തീയതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങളുടെ ഒരു തുടക്കമായിരിക്കും. മകരം രാശിക്കാർ ഈ കാര്യങ്ങൾ മറക്കാതെ ഓർത്തു വെച്ചോളുക. ഈ മാർച്ച് 16 എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ ഒരു നല്ല തുടക്കത്തിലേക്ക് എത്തുന്ന ദിവസമായിരിക്കും. ഇനി അവസാനമായി ഈ കേതുവിന്റെ ഉദയം ഏറ്റവും അധികം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നൽകുവാൻ പോകുന്ന രാശിക്കാർ കർക്കിടകം രാശിക്കാരാണ്. പുണർദം, പൂയം, ആയില്യം ഉൾപ്പെടുന്ന കർക്കിടകം രാശിക്കാരും ജീവിതത്തിൽ വളരെയധികം മാനസികമായിട്ടുള്ള സന്തോഷം എന്താണെന്ന് തന്നെ അറിയാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. കഷ്ടപ്പാടുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതിനനുസരിച്ച് ജീവിതത്തിലെ ദുരിതങ്ങൾ ദിനം പ്രതി കൂടുന്നതായിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹബന്ധങ്ങൾ വരെ നിങ്ങളെ ചതിക്കുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും കരയേണ്ട അവസ്ഥയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും കരയേണ്ട അവസ്ഥകൾ ഒരുപാട് ഉണ്ടാകുന്നവരാണ് ഈ കർക്കിടകം രാശിക്കാരിൽ വരുന്ന ആളുകൾ. അതായത് നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഒരു ശുഭതയിലേക്ക് വരുന്നില്ല. അതുപോലെ ബന്ധങ്ങളിൽ പോലും നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് തീർത്തുമില്ലാത്ത അവസ്ഥ, കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങൾ വളരെയധികം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് കർക്കിടകം രാശിക്കാർ. പക്ഷെ ഈ ഒരു സമയത്ത് ജ്യോതിഷ ബലപ്രകാരം എല്ലാ ഫലങ്ങളിലും പറയുന്നത് കർക്കിടകം രാശിക്കാർക്ക് ഈ മാർച്ച് 16ാം തീയതിയുള്ള കേതുവിന്റെ ഉദയത്തോടെ വളരെയധികം ഗുണഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതായത് ജ്യോതിഷത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് പറയുവാൻ കാരണം മനുഷ്യരാശിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ പറഞ്ഞിട്ടുള്ള 4 രാശിക്കാർക്കാണെന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പൂജകളിൽ, എൻ്റെ നിത്യപൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും സഹിതം കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.